Hi friends, welcome to KpeesTech. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ട്രേഡിംഗ് വ്യൂ എങ്ങനെ ബേസിക് ആയിട്ടുള്ള അതിൻ്റെ സെറ്റപ്പുകൾ ചെയ്യാം എന്ന് നമ്മൾ പഠിച്ചു. ഇതിൽ കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള കുറേ മെനുകളുണ്ട്. ഇത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ ഫസ്റ്റ് കാണുന്ന ഇതിൽ നമുക്ക് കുറേ ലേ ഔട്ടുകൾ, ഇപ്പം നിങ്ങളുടെ ഫ്രീ പീരീഡ് 1 month നിങ്ങൾ ട്രയൽ പീരീഡ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിനുള്ളിൽ തന്നെ ഇതിൽ മാക്സിമം നിങ്ങൾക്ക് ലേ ഔട്ടുകൾ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഓരോ ഇൻഡിക്കേറ്റേഴ്സും ആഡ് ചെയ്തിട്ട് അതെല്ലാം സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡിഫറെൻറ്റ് ലേ ഔട്ടുകളുള്ള ഒരു ചാർട്ടുകൾ നിങ്ങൾക്ക് ഇവിടെ സേവ് ചെയ്ത് വെക്കാൻ കഴിയും. അപ്പോൾ ആ പീരീഡ് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ന്യൂ ലേ ഔട്ട് എന്ന് കൊടുത്താൽ simply you are trading to save more charts layout. Your plan has a 1 chart layout limit. നമുക്ക് ഫ്രീ വേർഷനിൽ ഒരു ചാർട്ട് ലേഔട്ടേ കിട്ടുള്ളൂ. അപ്പം നിങ്ങൾ മാക്സിമം ലേഔട്ടുകൾ ഇവിടെ സേവ് ചെയ്ത് വയ്ക്കുക. പിന്നീട് നിങ്ങൾക്ക് ആ ട്രയൽ പീരീഡ് കഴിഞ്ഞാലും നിങ്ങൾ ക്യാൻസൽ ചെയ്താലും നിങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ കഴിയും. അതുപോലെ ഇത് ആരോസും എറേസറും ഒക്കെയാണ്. ഇതിൽ വരുന്നതാണ് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ട്രെൻഡ് ലൈൻസ്. ഒരു ചാർട്ട് എടുക്കുന്നു, ഈ ചാർട്ടിൽ ട്രെൻഡ് ലൈന് വരയ്ക്കുക. ഇവിടെ പ്രസ് ചെയ്യുന്നു, എന്നിട്ട് ഒരു ട്രെൻഡ് ലൈൻ വരയ്ക്കുന്നു. അതുപോലെ വീണ്ടും അതിനടിയിൽ നമ്മൾ ഇങ്ങനെ ട്രെൻഡ് ലൈൻ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ കുറേ ഡ്രോയിങ് ടൂളുകളുണ്ട്. ഇൻഫോ ലൈന്, ട്രെൻഡ് ആംഗിൾ രൂപത്തിൽ വരയ്ക്കാം. ഹൊറിസോണ്ടൽ ലൈൻ, നമുക്കിവിടെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വേണം. ഇതിൽ ഈ ഒരു ലൈനിലേക്ക് നമുക്കിവിടെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കണം. ഇവിടെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചു. അത് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഡിലീറ്റ് കീ പ്രസ് ചെയ്താൽ ഡിലീറ്റ് ആവും. നമ്മൾ Alt ഓൾട്ട് പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് നമ്മൾ എച്ച് പ്രസ് ചെയ്താൽ ഓൾട്ട് എച്ചും നമുക്ക് ഹൊറിസോണ്ടൽ ലൈൻ കിട്ടും. അപ്പോൾ ഇതുപോലെയുള്ള ലൈനുകളൊക്കെ നിങ്ങൾക്ക് ചാർട്ടിൽ അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഡ്രോ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ ടൂൾസ് എല്ലാം ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ വരുന്നത് കുറേ ടൂൾസ് ഉണ്ട്. ഇവിടെ മെയിനായിട്ട് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ഫിബൊനാച്ചി റീട്രേസ്മെൻ്റ് ഉണ്ട്. ഈ ഫിബൊനാച്ചി റീട്രേസ്മെൻറ്റ് ടൂള് ഇവിടെ പ്രസ് ചെയ്തു ഒരു ഹൈയിൽ നിന്ന് ഒരു ലോയിലേക്കെല്ലാം ഇങ്ങനെ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ഫിബൊനാച്ചി റീട്രേസ്മെൻറ്റ് ടൂൾ. അതുപോലെ കുറേ ടൂളുകളുണ്ട്. ആവശ്യമായ ടൂളുകൾ ഇതിൽ നിന്ന് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഒരു ടെക്സ്റ്റ്, നിങ്ങൾക്ക് ഒരു ടെക്സ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്യണമെങ്കിൽ ആ ടെക്സ്റ്റ് ഇവിടെ എന്തെങ്കിലും ടെക്സ്റ്റൊക്കെ ടൈപ്പ് ചെയ്ത് വെക്കാം. അതുപോലെ കുറേ സർക്കിള്, ആരോ മാർക്കും ഇതെല്ലാം ഇട്ട് വെക്കാൻ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കാം. ഇതിലും കുറേ ടൂളുകളുണ്ട്. ഇതിലൊക്കെ ലോങ് പൊസിഷൻ, നിങ്ങൾ പൊസിഷൻ എടുക്കുമ്പോൾ ഇപ്പോൾ ലോങ് പൊസിഷൻ എടുക്കുകയാണ്. ഇവിടെയാണ് ഇങ്ങോട്ട്. അപ്പോൾ നമ്മുടെ ടാർഗറ്റ് എത്രയാണ്, ഇവിടെയാണ് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുന്നത്, ഇവിടെയാണ് ടാർഗറ്റ് സെറ്റ് ചെയ്യുന്നത്. ഇതെല്ലാം നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ, നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂളാണത്. അതുപോലെ തന്നെ അത് ഷോർട്ട് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നത്. ഇവിടെ ഒരു സ്കെയിലുണ്ട്. ഈ സ്കെയിലിൻ്റെ യൂസ് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു സ്കെയിലിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു ക്യാൻഡിൽ എത്ര പെർസെൻറ്റേജ് ഉണ്ടായിരുന്നു, അതിൻ്റെ വാല്യൂ എത്രയാണ്, എല്ലാം അതിൽ കാണാൻ കഴിയും. നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂളാണത്. അതുപോലെ ഇപ്പോൾ ഈ ഒരു ഏരിയ, ഇപ്പോൾ ഇതുപോലുള്ള അഡ്വർടൈസ്മെൻ്റ് ഇടയ്ക്ക് വരും. നമ്മൾ ഫ്രീ വേർഷൻ ആയതുകൊണ്ട് ഈ അഡ്വർടൈസ്മെൻറ്റ് വരുമ്പോൾ അത് നമ്മൾ ക്യാൻസൽ ചെയ്യാൻ ഇടയ്ക്ക്. ഈ ഏരിയ നമുക്ക് സൂം ചെയ്ത് കാണണമെങ്കിൽ ഈ പ്ലസ് ക്ലിക്ക് ചെയ്ത് നമ്മൾ ആ ഏരിയ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സൂം ആയിട്ട് വരും. വീണ്ടും നമ്മൾ ഡ്രാഗ് ചെയ്ത് അത് ചെറുതായിട്ട് വരും. അല്ലെങ്കിൽ ഇവിടെ മൈനസ് പ്രസ് ചെയ്യാം. നമ്മൾ ഡ്രോ ചെയ്തതെല്ലാം കാണാതിരിക്കണമെങ്കിൽ ഇവിടെ ഹൈഡ് ഓൾ ഡ്രോയിങ് ടൂൾസ് നമ്മൾ വരച്ചതെല്ലാം
ഹൈഡായി പോകുന്നു. വീണ്ടും വിസിബിൾ ആവുന്നു. നമ്മൾ വരച്ച ഡ്രോയിങ്സ് എല്ലാം റിമൂവ് ചെയ്യണം, എല്ലാം ഡിലീറ്റ് ആയിപ്പോയി. ഇങ്ങനെ കുറേ ടൂളുകളാണ് ഈ സൈഡിൽ ഉള്ളത്. ഇനി മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരെണ്ണമാണ് ഈ വാച്ച് ലിസ്റ്റ്. വൺ മന്ത് ഫ്രീ ആയിട്ട് നിങ്ങൾ ഏത് പാക്കേജ് ആണോ എടുത്തിട്ടുള്ളത്, അപ്പോൾ അതിൽ അവൈലബിൾ ആയിട്ടുള്ള എത്ര വാച്ച് ലിസ്റ്റ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം അത്രയും മാക്സിമം ക്രിയേറ്റ് ചെയ്ത് വെക്കുക. കാരണം ആ പീരീഡ് എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കൂടുതൽ വാച്ച് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മാക്സിമം വാച്ച് ലിസ്റ്റ് ഉണ്ടാക്കി വെക്കുക. ഈ വാച്ച് ലിസ്റ്റ് എന്തിനാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഓരോ സ്റ്റോക്ക്, സപ്പോസ് ഞാനിവിടെ ഇപ്പോൾ റിലയൻസ് നടിക്കുന്നു. ഇവിടെ കുറേ ലിസ്റ്റുകൾ വരുന്നു. നിങ്ങൾ ഫസ്റ്റിൽ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ സെറ്റപ്പിൽ ഫസ്റ്റ് നിങ്ങളുടെ മാർക്കറ്റ് ഏത് മാർക്കറ്റാണെന്നുള്ള ഇവിടെ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യണം. ഇത് ലോകത്തിലെ എല്ലാ സംഭവങ്ങളും ഇതിലുണ്ട്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ അത് സെലക്ട് ചെയ്തു. അപ്പോൾ NSEയുടെ സ്റ്റോക്കുകൾ മാത്രമാണ് ഇവിടെ ലിസ്റ്റ് ചെയ്യുന്നത്. ഞാൻ അതിൽ റിലയൻസ് സെലക്ട് ചെയ്തു. അപ്പോൾ ഇവിടെ റിലയൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ റിലയൻസ് ക്ലിക്ക് ചെയ്ത് ഇവിടെ റിലയൻസ് വരും. ഇവിടെ ചോളമണ്ഡലം ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് വെച്ചാൽ, വൺസ് ആഡ് ചെയ്ത് വെച്ചാൽ നിങ്ങൾ എപ്പോൾ ലോഗിൻ ചെയ്താലും അതിലുണ്ടാവും. അപ്പോൾ ഓരോ ഒരു വാച്ച് ലിസ്റ്റുകൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ അത് ഇൻട്രാഡേക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ലോങ് ടേമിന് വേണ്ടിയിട്ടോ ഏതെങ്കിലും നിങ്ങൾ സ്റ്റോക്ക് വാച്ച് ചെയ്യുന്നുണ്ട്, അതിന് പ്രത്യേക സെപ്പറേറ്റ് വാച്ച് ലിസ്റ്റുകൾ ഇവിടെ ന്യൂ വാച്ച്, മേക്ക് കോപ്പി, ക്രിയേറ്റ് ന്യൂ ലിസ്റ്റ്, അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് ഓരോ ലിസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്ത് വെക്കുക. അപ്പം മാക്സിമം നിങ്ങൾ ഈ പീരീഡിൽ തന്നെ, ട്രയൽ പീരീഡിൽ നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് കൊടുത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പീരീഡിൽ തന്നെ മാക്സിമം ക്രിയേറ്റ് ചെയ്ത് വെക്കുക. ഫ്രീ ആണെങ്കിൽ നമുക്ക് അതൊന്നും ചെയ്യാനില്ല. എന്നിട്ട് ഈ ലിസ്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചാൽ ലൈവ് മാർക്കറ്റിൽ ഓരോ ചേഞ്ചസും നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും ടോപ്പിൽ വരുന്ന മാർക്കറ്റ് ആ ടൈമിൽ ഏതാണോ ടോപ്പ് ഗെയിനർ അതെല്ലാം ഇവിടെ വന്നിരിക്കും. ഏറ്റവും ചേഞ്ച് ആയ പെർസെൻറ്റേജ് ഇപ്പോൾ 4.9 ഇതാണ് ടോപ്പിൽ വന്ന് നിൽക്കുന്നത്. അപ്പോൾ അതിന് താഴെയുള്ളത് വരും. ഏറ്റവും ലാസ്റ്റിൽ നമുക്ക് താഴേക്ക് പോയ സ്റ്റോക്കുകൾ വരും. ഇപ്പം നമ്മളിത് ഈ ചേഞ്ച് ഒന്നുകൂടി ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ താഴേക്ക് പോയതിൽ ടോപ്പ് ആരാണോ ഏറ്റവും കൂടുതൽ പോയത് അതിനെ ബേസ് ചെയ്തിട്ട് വരും. ഇപ്പോൾ 5.15 ആണ് ഏറ്റവും കൂടുതൽ വാല്യൂ കുറഞ്ഞ സ്റ്റോക്കുകൾ. അതിന് താഴേക്കായിട്ട് അതങ്ങനെ വരും. അതിൻ്റെ എമൗണ്ട് ഇവിടെ കാണിക്കും, ലാസ്റ്റ് പ്രൈസ്, സിമ്പിൾ, ഇതെല്ലാം ഇവിടെ കാണിക്കും. ഈ ലിസ്റ്റ് നമ്മൾ ഓരോന്നും ആഡ് ചെയ്യുമ്പോൾ സപ്പോസ് നിങ്ങൾക്ക് നിഫ്റ്റി 50 സ്റ്റോക്കുകളാണ് വേണ്ടതെങ്കിൽ അത് 1 by 1 ആയിട്ട് ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് എളുപ്പമല്ല. ഓരോ സ്റ്റോക്കുകളും ഏതൊക്കെ സ്റ്റോക്കുണ്ട് നിഫ്റ്റി 50ൽ എന്ന് നമുക്ക് അറിയില്ല. അപ്പോൾ അതിന് ഒരു എളുപ്പ വഴി നിങ്ങൾ ഈ ട്രയൽ പീരീഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ NSE ഇന്ത്യ എന്ന് ടൈപ്പ് ചെയ്യുക. NSE ഇന്ത്യ വെബ്സൈറ്റിൽ പോകുന്നു. ഇവിടെ ഇക്വിറ്റി ആൻഡ് SME മാർക്കറ്റ് എടുക്കുന്നു. ഇവിടെ നമുക്ക് നിഫ്റ്റി 50 എല്ലാ സ്റ്റോക്കുകളും ഉണ്ട്. നെക്സ്റ്റ് 50, നിഫ്റ്റി 100, ഇവിടെ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ്. ഞാനിപ്പോൾ നിഫ്റ്റി 50 ഇവിടെ 50 സ്റ്റോക്കുകൾ ഇവിടെ എടുത്തു. എന്നിട്ട് ഇവിടെ ഡൗൺലോഡ് CSV എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഡൗൺലോഡ് CSV പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഡൗൺലോഡ് ആയിട്ട് ഇവിടെ താഴെ വരുന്നു CSV ഫോർമാറ്റിൽ. നമുക്ക് ഇതിൽ ഈ കോളംസ് ഒന്നും വേണ്ട, അതെല്ലാം ഡിലീറ്റ് ചെയ്യുന്നു. ഫസ്റ്റിലെ സിമ്പിൾ എന്നുള്ള അത് നിഫ്റ്റി 50 എന്നുള്ളതും വേണ്ട. ഇപ്പോൾ എനിക്ക് നിഫ്റ്റി 50ൽ 50 സ്റ്റോക്സ് ഇവിടെ വന്നു. ഇത് ഞാനൊരു ടെസ്റ്റ് ഫയലായിട്ട് ഇവിടെ സേവ് ചെയ്യുന്നു. സേവ് ആസ് ബ്രൗസ് ഞാൻ ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്തിരിക്കുന്നു. നിഫ്റ്റി 50 ഓക്കെ, ടെക്സ്റ്റായിട്ട് സേവ് ചെയ്തു. ഇപ്പോൾ നമ്മുടെ ഡെസ്ക്ടോപ്പിൽ ഈ നിഫ്റ്റി 50 സ്റ്റോക്കുകളുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ പോയിട്ട് ഇമ്പോർട്ട് ലിസ്റ്റ്, ഫ്രീ വേർഷനിൽ ഇത്
ഇമ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നിങ്ങളുടെ ട്രയൽ പീരീഡിലാണെങ്കിൽ അത് ഇമ്പോർട്ട് ചെയ്താൽ നിങ്ങളുടെ 50 സ്റ്റോക്സും ഇവിടെ ഒറ്റ ലിസ്റ്റ് ഇപ്പോൾ ഫിനാൻഷ്യൽ 105 ഇതുപോലെ നിങ്ങൾക്ക് ഇവിടെ ഒരു റീനെയിം ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിൽ റീനെയിമോ അലൗ ചെയ്തില്ല ഫ്രീ വേർഷനിൽ. അപ്പോൾ ഇതിൽ നിഫ്റ്റി 50 എന്ന് ഒരു പേര് ഹെഡ് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഈ 50 സ്റ്റോക്കുകൾ അതിൽ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ നിഫ്റ്റി 50യിൽ വരുന്ന എല്ലാ സ്റ്റോക്കുകളും ടോപ്പ് ബോട്ടം എല്ലാം നമുക്ക് ഒറ്റ സ്ക്രീനിൽ കാണാം. ഇതിൻ്റെ ന്യൂസ് ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ പഴയ വീഡിയോയിൽ ഒരു കാര്യം പറയാൻ വിട്ടുപോയിരുന്നു. ഇവിടെ ബാർ റീപ്ലേ എന്ന് പറഞ്ഞിട്ട് ഇത് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ കഴിയും. അത് നിങ്ങളുടെ ട്രയൽ വേർഷനിൽ മാത്രമേ പറ്റുള്ളൂ, ഫ്രീ വേർഷനിൽ പറ്റില്ല. അതല്ലെങ്കിൽ നിങ്ങൾ ഈ പാക്കേജ് എടുക്കണം. നമ്മൾ ഈ ഒരു ഡേയിൽ നമ്മളിപ്പോൾ ടെസ്റ്റ് ചെയ്ത് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. ഇതിങ്ങനെ കൂടി കുറഞ്ഞു വന്നു, അപ്പോൾ നമ്മൾ എവിടെ നിന്ന് വാങ്ങിക്കണം വിൽക്കണം എന്നെല്ലാം ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്കത് ലൈവ് മാർക്കറ്റ് പോലെ എങ്ങനെ നമുക്ക് ഫീൽ ചെയ്യണമെങ്കിൽ ഇത് ഒരു ക്യാൻഡിൽ, ഈ ക്യാൻഡിൽ മുതൽ ഈ ക്യാൻഡിൽ നമുക്ക് ഇവിടെ കാണാൻ കഴിയില്ല. 1 by 1 ആയിട്ട് നമുക്ക് അതിൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാം. ആ സ്പീഡിനനുസരിച്ച് ഓരോ ക്യാൻഡിലും ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വരും. അപ്പോൾ നമുക്ക് ലൈവ് മാർക്കറ്റ് പോലെ ഓഫ്ലൈനിൽ നമുക്കത് ടെസ്റ്റ് ചെയ്യാം, ബാക്ക് ടെസ്റ്റ് ചെയ്യാനെല്ലാം പറ്റും. അത് ഫ്രീ ആയിട്ട്, അത് ഈ പാക്കേജ് എടുക്കുന്നവർ ഫ്രീ ആയിട്ട് ടെസ്റ്റ് ചെയ്യുന്നവർ 1 month പീരീഡിൽ തന്നെ ഇതെല്ലാം ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. ബാക്കി ലാസ്റ്റ് വീഡിയോയിൽ നമുക്ക് സ്റ്റോക്ക് സ്ക്രീനറിനെ കുറിച്ച് പഠിക്കാം. താങ്ക് യു.